അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഈദ് വ്ളോഗ് പാർട്ട് 3 ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉമ്മയും അനിയത്തിമാരും മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ഷോപ്പിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. എനിക്കൊരു ഹിജാബ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇവിടുന്ന് മോജൻ്റെ ഹിജാബ് കിട്ടിയിട്ടോ. നല്ല കംഫർട്ടബിൾ ഉണ്ട്, ഇട്ടിട്ട് നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. ഇവിടെ അതാ നല്ല അടിപൊളി ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ എൻ്റെ കസിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൂട്ടാൻ. എൻ്റെ മുന്നത്തെ വ്ളോഗ് കണ്ടവർക്കറിയാമായിരിക്കും. ഉമ്മാൻ്റെ വീട്ടിൽ ഈദ് 2-ന് ഞങ്ങൾ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം എന്തായാലും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും വന്നതാണ്. ഇത് കസിൻ്റെ മോളാണ് കേട്ടോ, ലച്ചു. പിന്നെ അതാ വന്ന പാടെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. അമ്മായി നല്ല പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതാ കാരമലൈസ് ചെയ്യാണ് കേട്ടോ ഷുഗർ. പാലട പായസം റെഡിയാക്കുകയാണ്. ഇത് കസിൻ്റെ 2ാമത്തെ മോളാണ് കേട്ടോ, ബെല്ല. പിന്നെ ലഞ്ച് കഴിക്കാൻ സമയമായപ്പോൾ ഫുഡൊക്കെ സെർവ് ചെയ്യാണ്. അപ്പോൾ മന്തിയും ഹണി അൽഫാമും ആയിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാക്ക് സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടായിരുന്നു. അത് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഉമ്മാക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അമ്മായി ചെമ്മീൻ ബിരിയാണിയോ ഫിഷ് ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഉമ്മ ചിക്കനും മട്ടനും ബീഫൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കത് കഴിക്കാനാട്ടോ കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ ഞാൻ മന്തി കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചെമ്മീൻ ബിരിയാണി കൂടി ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അമ്മായി ഉണ്ടാക്കുന്ന ബിരിയാണിക്ക്. അതാ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനും കസിനും അനിയത്തികളും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോട്ടക്കൽ മാനിമാസിലാണ് കേട്ടോ ഞങ്ങൾ ആദ്യം വന്നത്.
അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ ആർക്കും വലിയ ഫുഡിനൊന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഞങ്ങൾ കുറച്ചായിട്ട് ഓർഡറാക്കി. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കനാണ് കേട്ടത്. പിന്നെ ലോഡഡ് ഫ്രൈസും ചിക്കൻ ബർഗറും മൊയ്റ്റോയും പിന്നെ കോൾഡ് കോഫിയും പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു നട്ട്സൊക്കെ ഇട്ട ഒരു ഫലൂദയാണ് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഓർഡറാക്കിയത്. അപ്പോൾ എല്ലാം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലോഡഡ് ഫ്രൈസാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ഇതിൽ ഇഷ്ടമായത്. പിന്നെ നട്ട്സ് ഇട്ട ഒരു ഫലൂദ, ആ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ കുട്ടികൾക്കുള്ളതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കോട്ടക്കൽ നെസ്റ്റോയിലായിരുന്നു. പിന്നെ അതാ അവിടുന്ന് ഒരു കേക്ക് കണ്ടപ്പോൾ ലച്ചുവിന് കേക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഈ ഒരു കേക്കും കൂടെ വാങ്ങിച്ചു. പിന്നെ താൻ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. പിന്നെ അതാ വീട്ടിലെത്തി എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.